എടാ മക്കളെ, നിങ്ങളുടെ അച്ഛൻ ഹോസ്പിറ്റലിൽ ഒരു ജോലിക്ക് പോകുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്നാ? നല്ല അഭിപ്രായല്ലേ? അല്ലേ? പിന്നെ ആരെങ്കിലും അച്ഛൻ ജോലിയും കൂലിയും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാമല്ലോ ജോലി ഉണ്ടെന്ന്. അമ്മ, ഈ അച്ഛന് പിന്നെ സ്ഥിരം സാലറി ഒക്കെ കിട്ടല്ലോ, അപ്പൊ എനിക്ക് മന്തി ഒന്നും കഴിക്കാലോ. എടാ സഞ്ജു, നിനക്ക് അഭിപ്രായമൊന്നുമില്ലേ? ആദ്യം അച്ഛന്റെ ജോലി എന്താന്ന് പറഞ്ഞിട്ടില്ല അഭിപ്രായം പറയുന്നത്. അത് ഹോസ്പിറ്റൽ അറ്റൻഡർ ജോലിയാന്ന് മോനെ. ഓ, അപ്പൊ അച്ഛന് ജോലി കിട്ടുമല്ലേ? അത് ഉറപ്പായി കിട്ടും മോളെ. അമ്മ എന്നോടല്ലേ സംസാരിക്കുന്നത്, എന്നോടല്ലോ കേടുന്ന അടക്കി വരെ അഭിപ്രായം പറയുന്നത്. എനിക്ക് എന്താണ് അഭിപ്രായം പറഞ്ഞൂടെ? നീ അങ്ങനെ പറയണ്ടല്ലോ അഭിപ്രായം. ഇവനെന്തോ അമ്മ പ്രശ്നം? എടാ ആടി നിർത്തടാ. അഭിപ്രായമൊന്നുമില്ലേ? അല്ലെങ്കിൽ നമ്മള് തമ്മിൽ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അമ്മേ. അച്ഛന്റെ അഭിപ്രായമല്ലേ നമ്മൾ നോക്കേണ്ടത്. അല്ല, നിങ്ങളുടെ അച്ഛൻ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു മക്കളെ. അതേ അഭിപ്രായം തന്നെ എനിക്കുള്ളൂ, അത്രേ ഉള്ളൂ. നിന്റെ അച്ഛൻ എന്താ അഭിപ്രായം പറഞ്ഞെന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിക്കടാ. എന്താ അഭിപ്രായം പറഞ്ഞേ? ജോലിക്ക് പോകുന്നില്ല. പോക്കെ ശരി. എവിടേക്ക് പോകണം? അവിടെ ഇരിക്കി. ഇനിയിപ്പൊ നമ്മളിവിടെ ഇരുന്ന അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അച്ഛന് താല്പര്യം ഇല്ലെങ്കിൽ അച്ഛൻ ജോലിക്ക് പോകില്ലല്ലോ. അങ്ങനെയല്ല, ഞാൻ അതിനാ നിങ്ങളെ വിളിച്ചത്. 4 പേരും ചേർന്ന് അച്ഛനോട് പറഞ്ഞ അച്ഛൻ ജോലിക്ക് പോകും. അമ്മ, അച്ഛൻ ജോലിക്ക് പോകാൻ താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് നമ്മളിപ്പോ എന്താ പറയാന്ന് അച്ഛൻ്റെ അടുത്ത്? നമ്മൾ അച്ഛന്റെ മനസ്സ് മാറ്റണം, അതല്ലേ കറക്റ്റ്. അച്ഛന്റെ മൂത്ത മോളെന്ന സ്ഥിതിക്ക് ഞാൻ പറഞ്ഞ അച്ഛൻ കേൾക്കും. ഓഹോ, അച്ഛന്റെ പുന്നാര മോളെന്നുള്ള സ്ഥിതിക്ക് ഞാൻ പറഞ്ഞാൽ അച്ഛൻ എന്തായാലും കേൾക്കും. ഓഹോ, ഈ വീട്ടിലത്തെ ഏറ്റവും പൊന്നാരമോൻ ഞാനല്ലേ, അപ്പൊ ഞാൻ പറഞ്ഞ അച്ഛൻ എന്തായാലും കേൾക്കും. ഇതുപോലെ നിങ്ങൾ 4 പേരും ഒന്നിച്ച് പറഞ്ഞ അച്ഛൻ ഉറപ്പായിട്ടും ജോലിക്ക് പോകും. എങ്ങനെയുണ്ട്? ഞാൻ എന്തായാലും അച്ഛനെ നിർബന്ധിക്കാൻ പോകുന്നില്ല. അച്ഛൻ ഇഷ്ടമുണ്ടാ പോട്ടെ, ഞാൻ തന്നെ കയറി ഉന്തിത്തള്ളി വിടുന്ന. അവൻ പറഞ്ഞില്ലേ പറയണ്ട അമ്മ, ഞങ്ങള് പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. എന്നാ പിന്നെ നിങ്ങളെല്ലാം കൂടെ അച്ഛനെ കൂടെ സമ്മതിപ്പിക്കും. ഞാൻ എന്നെ പണിക്കുക മാറടി. അവൻ പോട്ടെ അമ്മ, നമുക്ക് സെറ്റാക്കാം. മക്കള് പറയത്തില്ലേ? പിന്നെ പറയാം. അച്ഛൻ വാ. അച്ഛൻ ഇവിടെ ഇരിക്കേ. അവിടെ ഇരി. ശരി, ഇരുന്ന് പറ. അതെ, ഈ ജോലിക്ക് പോണതിനെ പറ്റി അച്ഛനെന്താ അഭിപ്രായം? ഓ, അപ്പം കേന്ദ്രത്തിൽ നിന്നുള്ള പരിപാടികളാണല്ലേ? അച്ഛൻ എന്താ ജോലിക്ക് പോയാ? എനിക്ക് പോകാൻ സൗകര്യമില്ല. എന്താണ് സൗകര്യം ഇല്ലാത്ത? എനിക്ക് വേറെ ബിസിനസ് ഉണ്ടെന്ന്, എനിക്ക് അതിന് പോയാൽ മതി. ഞാൻ ജോലിക്ക് പോകുന്നില്ല. അച്ഛ, ഈ ജോലിക്ക് പോയ റിയൽ എസ്റ്റേറ്റും ഈ ജോലിയും കൂടി ആയ നല്ല വരുമാനമായില്ലേ, എക്സ്ട്രാ ഇൻകം ആയി. ഇങ്ങനെയല്ലേ ആൾക്കാർ പൈസ ഉണ്ടാക്കണേ. ഈ ഐഡിയ ഒക്കെ എവിടെ നിന്ന് വന്നാന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ അമ്മയുടെ ഐഡിയ അല്ലേ, അതനുസരിക്കാൻ എന്നെ കൊണ്ട് പറ്റുകയല്ല. അച്ഛാ, സ്വന്തം ഇഷ്ടം മാത്രം നോക്കരുത്, ചുറ്റിനുള്ളവരുടെ ഇഷ്ടം കൂടി നോക്കണം. ഇത് ആരോടായി പറയുന്നേ? ഞാൻ കുറെ ഇഷ്ടങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ അതൊക്കെ സാധിച്ചോ? എന്ത് ഇഷ്ടങ്ങള്? മകളോട് ഞാൻ PSC ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നീ എന്തൊക്കെയോ പറഞ്ഞു ഒഴിഞ്ഞു മാറിയില്ലേ? നിന്നോട് ഞാൻ ഒരു ജോലിക്ക് പോകാൻ പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് നീ കേട്ടോ? ആ 2 പേരാണോ എന്നെ ഉപദേശിക്കാൻ പറ്റുന്നത്?